സോ ഹലോ ഗൈസ്, എല്ലാ മച്ചവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ ഗെയിമായിട്ടാണ് കേട്ടോ. ഒരു പുതിയ ഗെയിമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഗെയിമിൻ്റെ പേര് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തോളാം ഗൈസ്. ഇപ്പോൾ കിട്ടില്ല ഗൈസ്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തോളാം. സോ നമുക്ക് നേരെ ഗെയിമിലേക്ക് പോകാം. അധികം ഞാൻ പറഞ്ഞ ലാഗടിപ്പിക്കത്തില്ല. പിന്നെ ഞാൻ കുറച്ചാൾ വീഡിയോ ഇടാണ്ടിരുന്നു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോൾ 10th കഴിഞ്ഞു. സോ അതിൻ്റെ ചെറിയൊരിതും പിന്നെ SSLC ഒക്കെ ആയിരുന്നല്ലോ, അതിൻ്റെ ചെറിയൊരു ടെൻഷനൊക്കെ ആയിട്ടാണ് ഇരുന്നത്. പിന്നെ അങ്ങനെ അങ്ങ് പോയി ഗൈസ്. പിന്നെ വീഡിയോ ഇടാൻ പറ്റിയില്ല. അതാണ് നമ്മളിപ്പോൾ വീഡിയോ ഇട്ടത്. കുറേ മച്ചന്മാർ നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നു, എന്താണ് ബ്രോ ഇപ്പോൾ വീഡിയോ ഒന്നും ഇല്ലേ, വീഡിയോ നിർത്തിയോ എന്നൊക്കെ ചോദിച്ചു. നമ്മൾ ഷോർട്സ് ഇട്ട് എല്ലാവരും അറിയിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളിപ്പോഴും ഉണ്ട്, ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞു. സോ ലാഗടിപ്പിക്കുന്നില്ല, നേരെ ഗെയിമിലേക്ക് പോകാം. സോ ഇതാണ് ഗെയിമിൻ്റെ പേര് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എഴുതിയിട്ടോളാം. കിട്ടുന്നില്ല ഗൈസ്, അതാണ്. എല്ലാവർക്കൊക്കെ ഡൗൺലോഡ് ചെയ്യാം. ഞാൻ ലിങ്ക് വേണമെങ്കിൽ കൊടുത്തോളാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തോളാം. നിങ്ങൾ വേണമെങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൊരു ഗെയിം തന്നെയാണിത്. ഞാൻ കളിക്കുന്നത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടാണ്. സോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാത്ത മച്ചന്മാരാണെങ്കിൽ ഇപ്പോൾ തന്നെ അറഞ്ച് പറഞ്ഞ് ലൈക്ക് ചെയ്തോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത മച്ചന്മാരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ഗെയിം ഇത് തന്നെയാണ്, നമ്മളിപ്പോൾ ഗെയിമിലാണുള്ളത്. ഗെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാ പണിയും ചെയ്ത് ജീവിക്കണം. ഞാനിപ്പോൾ വണ്ടിപ്പണിയാണ് നോക്കുന്നത്. വണ്ടിപ്പണി ജീവിച്ച് നമ്മൾ ജീവിക്കണം, അതാണ്. നമുക്ക് ഇതിനകത്ത് 2 ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഗെറ്റ് ജോബ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ബൈ എ ബിസിനസ് എന്ന് വെച്ചാൽ നമുക്ക് ബിസിനസ് തുടങ്ങാം, അല്ലെങ്കിൽ ജോലി ചെയ്ത് ജീവിക്കാം. നമ്മളിപ്പോൾ അത്രയും പൈസ ഇല്ല, നമ്മളിപ്പോൾ ജോലി ചെയ്ത് ജീവിക്കാൻ പോകും. ഓക്കേ, ചെറിയ തോതിൽ ലാഗ് ഉണ്ടാവും കേട്ടോ. നമ്മൾ അടുത്ത തവണ ഇതെന്തായാലും മാറ്റുന്നതായിരിക്കും. ഓക്കെ, നമുക്കൊരു ബസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചങ്ക് വിളിച്ചാണ്, നമ്മുടെ ചങ്ക് വിളിച്ചാണ്, ഒന്നും വിചാരിക്കരുത്, അവനങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ചങ്ക് ഇനിയും വിളിക്കും കേട്ടോ. അവൻ ഒരു തവണ അല്ല, ഒരു 10 തവണ വിളിക്കും. അപ്പോൾ നമുക്ക് വണ്ടി പോവാം. ഇത് നമ്മൾ ഓഫ് ചെയ്ത് ഇറങ്ങണം. ഇതാണ്ടാ നമ്മൾ അത്യാവശ്യം പ്രായമുള്ളൊരു മനുഷ്യനാണെന്ന് എനിക്ക് തോന്നുന്നു. ചുള്ളം പയ്യ മതിയായിരുന്നു. ഇതിനകത്തേക്ക് എങ്ങനെ കയറും ഗൈസ്? ഓക്കെ കയറി കേട്ടാ, കയറി. ഇതിനകത്ത് എന്ത് ചെയ്യണം? എന്നിട്ടിപ്പോൾ എന്ത് ചെയ്യും? അത് ചെയ്യണ്ടേ? നമ്മൾ ബസ്സിനകത്ത് കയറിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യും എനിക്കറിയില്ല ഗൈസ്. ഈ ഗെയിമിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതെന്താ ഇതിനകത്ത് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഇല്ല നമ്മളെന്താ ഇതിനകത്ത് ചെയ്യേണ്ടത്? ഇത് ബസ്, ഇത് ടാക്സി, അങ്ങനെയാണ് കേട്ടോ. നമ്മൾ ബസ്സാണ് ചൂസ് ചെയ്തത്. അറിയാമല്ലോ, നമ്മൾ ബസ് ഫാനാണ്. നമ്മൾ ഇപ്പോൾ ഈ ബസ്സിനോടുള്ള ടൂറിസ്റ്റ് ബസ്സിനോടൊക്കെ ഫാൻ ബേസ് ഉള്ളവരാണെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് ടൂറിസ്റ്റ് ബസ് എന്ന് പറഞ്ഞ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാവോ. അപ്പോൾ നമുക്ക് എന്തോരം ടൂറിസ്റ്റ് ബസ് ഫാൻസ് ഉണ്ടെന്ന് അറിയാൻ പറ്റും. ഓക്കെ, എന്താ ചെയ്യേണ്ടത്? ചുമ്മാ ഇങ്ങനെ ഓടിച്ചാൽ മതിയോ? എനിക്കറിയില്ല ഇതിനകത്ത് എന്ത് ചെയ്യേണ്ടതെന്ന്. സ്റ്റാർട്ട് റൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ട് ഇപ്പോഴാണ് കേട്ടാ, ഇത് മേളിൽ സ്റ്റാർട്ടെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടപ്പുണ്ടായിരുന്നു. ഞാൻ കണ്ടില്ല, അത് ഇപ്പോഴാണ് കണ്ടത്. ഇത് മാപ്പൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഏരിയ മുഴുവൻ മഞ്ഞാണ് കേട്ടാ, അങ്ങനെ പ്രശ്നമുണ്ട്. ഈ ഏരിയ മുഴുവൻ മഞ്ഞാണ്. ഓ ഇതാണ് ഗൈസ്, ഇതാണ് സെറ്റപ്പ്. എവിടെയാണോ നിർത്തണത്? ഇത് എവിടെയാണ് ഗൈസ്? ഇതാണോ? ഓക്കെ ഇത് ഡോറ് തുറക്കുന്ന സ്വിച്ച് എവിടെ? ഇത് ഡോർ എവിടെ ഗൈസ് തുറക്കുന്നേ? ഡോർ തുറക്കണമെങ്കിലല്ല, ഇതെവിടെ ഡോർ തുറക്കുന്നേ? ഗൈസ് ഇതിനകത്ത് എവിടെയാ ഡോർ തുറക്കുന്നത്? എവിടെയാ എനിക്കറിയില്ല. വേറെ സ്വിച്ച് ഒന്നും കാണുന്നുമില്ല. ഇതാണോ? നോ ഇതെന്താ ചെയ്യേണ്ടത്? ഇതിനകത്ത് പാർക്കിങ്ങിലേക്ക് കിട്ടും. ഇതിനകത്ത് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ നോക്കട്ടെ. ഗായ്സ് സത്യം പറഞ്ഞാൽ കുറേ സമയം എടുത്തു കേട്ടാ. കുറേ സമയം എടുത്തു. ഇതാ ഇവിടെ കണ്ട, ഓപ്പൺ ദി ഡോർ എന്ന് പറഞ്ഞു കണ്ട, ഓപ്പൺ ദി ഡോർ എന്നും പറഞ്ഞ് ഇവിടെ കുറേ നേരം എടുത്തു. സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഗൈസ്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ പൂച്ച കരയുന്ന സൗണ്ട് കിട്ടിയില്ല.
അതെൻ്റെ വീട്ടിലുള്ള പൂച്ചയാണ്, ഒന്നും തോന്നുന്നില്ലേ. പിന്നെ എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഗെയിമിലേക്ക് വരാം. എന്താ ചെയ്യേണ്ടത് നോക്കട്ടെ. റിവേഴ്സ് എടുക്കണം. കുറേ നേരം എടുത്തിട്ടാ സത്യം പറഞ്ഞാൽ. എന്താ ചെയ്യണ്ടേ, ശരിക്കും ഒതുക്കി നിർത്തണം. നമ്മൾ റോട്ടിലാണ് നിർത്തിയത് ബസ്, നമ്മൾ ഒതുക്കി നിർത്തണം. ഓഫ്, അതങ്ങനെ പറയണം. ചുമ്മാ ബൈക്കിൽ അതും കയറ്റി ഇതും കിട്ടി പറയും. വീടിൻ്റെ അടുത്തുള്ള പയ്യനാണ് കേട്ടോ, നമ്മുടെ ചങ്കാണ്. സോ ഗെയിമിലേക്ക് വരാം. എന്നിട്ട് ഇങ്ങനെ മാപ്പൊക്കെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് പിന്നെ ഡ്രൈവർ വ്യൂ ഇടാൻ പറ്റും കേട്ടോ. ഓ ആക്സിഡൻറ്റ് കേട്ടാ. ഓഹോ, അവിടെ ആളെ കയറ്റുന്നുണ്ട്. ഞാൻ കണ്ടില്ല. ഇതെങ്ങനെ നിർത്തേണ്ട ഇതിനകത്ത്? ഇതും അതേപോലെ തന്നെ നിർത്തണം, അങ്ങനെ വളച്ചാണെന്ന് തോന്നുന്നത്. എന്താണ് ഈ അങ്ങോട്ട് വിളക്കി ഇങ്ങോട്ട് വിളക്കി അങ്ങോട്ട് വിളക്കി. പിന്നെ ഈ സ്റ്റിയറിങ്ങിൻ്റെ ഒക്കെ ബ്രൈറ്റ്നസ് ഞാൻ കുറച്ചിട്ടേക്കുന്നതല്ല, ഇത് ഓൾറെഡി ഇങ്ങനെയാണ്. അത് കാരണം എനിക്ക് സ്വിച്ചുകളൊന്നും ഈ വെള്ള സ്ഥലത്ത് വരുമ്പോൾ കാണാൻ പറ്റില്ല. അങ്ങനെയാണ്, ഇങ്ങനെ കാണാൻ പറ്റില്ല. ഞാൻ ബ്രൈറ്റ്നസ് കുറച്ചിട്ടേക്കുന്നതല്ല. കണ്ടാ, ഞാൻ നിർത്തി സൈഡിലേക്ക് ഒതുക്കി നിർത്തിയേക്കണം. കണ്ടാ, ഇപ്പോൾ ഈ ഓപ്പൺ ദി ഡോർ. ഇനിയും തിരിക്കണം. എൻ്റെ അമ്മോ, അവിടെ തിരിക്കും, ഇവിടെ തിരിക്കും, അവിടെ തിരിക്കും. ആഹാ, പിന്നെ അതൊക്കെ ഒരു വിഷയമാണോ? നേരെ ആവണേ. ഇതും തിരിക്കണം തോന്നുന്നു കേട്ടോ. തിരിക്കണ്ട, ഇതിൻ്റെ നെഞ്ചത്തോടെ കയറി പോവാ. ഓ ഓ, ബ്രേക്ക് അവിടെ. എനിക്ക് ഇച്ചിരി ബ്രേക്ക് ഓർമ്മ ഉണ്ട് കേട്ടോ, തോന്നല്ലേ. കണ്ടാ, സിമ്പിൾ നെഞ്ചത്തോടെ കയറ്റി നിർത്തി. നീതിയുടെ നീടെ നീ കുറച്ച് അപ്പുറത്താണെന്ന് തോന്നുന്നു കേട്ടോ. നിൽക്ക്. ഇത് അപ്പുറത്താണോ ഇപ്പുറത്താണോ? ഇത് എവിടെയത്? ഓക്കെ, ബാക്കിലാണോ? മീൻസ് മാപ്പ് നോക്കട്ടെ. എവിടെയത്? ഇവിടെ ഒരെണ്ണം കാണാനും കൂടി ഇല്ല. മാപ്പിലാണെങ്കിൽ ഒന്നും കാണിച്ചിട്ടില്ല. ഇവിടെയാണ് ഇനി വരണ്ടേ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ബസ്സിൻ്റെ ഇത് കണ്ടാ, ഈ ചിഹ്നം ഇവിടെ നോക്കി കഴിയുമ്പോൾ ബസ് വർക്കെന്നാണ് കാണുന്നത്. പക്ഷെ നമുക്ക് നിർത്താനുള്ള സ്ഥലം ഇവിടെ എവിടെയും കാണുന്നില്ല. പി എന്നുള്ള ഓപ്ഷൻ എവിടെയാണെന്നും കാണിക്കുന്നില്ല. നമുക്കിതെല്ലാം ഒന്ന് കറങ്ങി നോക്കാം. ബസ്സിൻ്റെ ഫ്യൂവൽ തീരാതിരുന്നാൽ മതിയായിരുന്നു. ലൈറ്റ് അവിടെ, ബസ്സിന് ലൈറ്റൊന്നും ഇല്ല ഗൈസ്. ലൈറ്റ് എവിടെ? ലൈറ്റ് ഇവിടെയാണ് ഗൈസ്. ഓക്കെ, ലൈറ്റ് ഇടുന്നുണ്ട്. ലൈറ്റ് ഇടണം, ഇച്ചിരി ലാഗ് അടിക്കുന്നു. നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്യാം. ലൈറ്റായിട്ടല്ലേ ലാഗ് അടിക്കുക. അത് ഇൻഫിനിറ്റിയാണ് ഗൈസ്. ഇങ്ങനെയാണ്. ഇതിന് ബാക്കിലാണോ? അല്ല ഗൈസ്, ഇത് ഈ വഴി തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ചെറിയ തോതിൽ ലാഗ് അടിക്കുന്നുണ്ട്. അത് എൻ്റെ ഫോണിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. ഞാൻ ആ ഫോണിലാണ് എടുക്കുന്നത്. പിന്നെ ഈ ഭയങ്കര MB കൂടിയ ഒരു ഗെയിമാണ്. 600 MB ആണെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് അത്ര MB കൂടുതലുണ്ട് അതാണ്. പക്ഷേ എൻ്റെ ഫോണിൽ അധികം സാധനങ്ങളൊന്നും ഇല്ല. ഞാൻ റീബൂട്ട് ചെയ്യാൻ കൊടുത്തിട്ട് അത് ഫുള്ളി റീബൂട്ട് ചെയ്ത് എനിക്ക് കിട്ടിയത് കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നം തന്നെ ഒന്നും ഇല്ല. അപ്പോൾ നമുക്ക് 3000 എന്താണ്. അപ്പോൾ നമുക്ക് സ്ഥലത്തെത്തിയിട്ട് കാണാം. സോ ഗൈസ്, ഫൈനലി നമ്മൾ കണ്ടുപിടിച്ചിരിക്കട്ടോ. ഇതും കുറേ നേരം എടുത്തു കണ്ടുപിടിക്കാനായിട്ട്. കുറേ അപ്പുറത്തേക്ക് പോയി. അത് കഴിഞ്ഞ് ആദ്യം 2000 ഉണ്ടായിരുന്നുള്ളൂ കയറാനായിട്ട്. അത് കഴിഞ്ഞിട്ട് അത് 3000 ആയി, 4000 ആയി. ഇത് വീണ്ടും 1000 ഒക്കെ ആയി കേട്ടോ. ഓക്കെ, ഫൈനലി നമ്മൾ എത്തി. 900 ആയി കേട്ടോ ഗൈസ്. ഈ രാവിലെ ആയതുകൊണ്ട് എനിക്കത് ഇങ്ങനെ ഈ മങ്ങിയല്ലേ നിൽക്കണേ, അതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല എത്രയാണെന്ന്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു അത്ഭുത പ്രതിഭാസമാണ് ഗൈസ്. അത് കൂടുകയാണോ? അല്ല ഗൈസ്, കുറേ 500 ആയിട്ടുണ്ട്. ഇനി അത് കൂടിക്കഴിഞ്ഞാൽ 5 കേട്ടോ ഗൈസ്. അത് കൂടാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ പോകുന്നത് വേറെ ഏതോ ഒരു ദിശയക്കടെയാണ്. അതേത്? നമ്മൾ പോകുന്ന വേറെ ഏതോ റൂട്ടിക്കടെയാണ് ഗൈസ്. ഇതെന്താണിത്? നമ്മൾ വേറെ ഏതോ ഒരു റൂട്ടിക്കടെയാണ് പോകുന്നത് ഗൈസ്. ഇത് കണ്ടുപിടിച്ചിട്ട് കാണാം കേട്ടോ.
സോ ഗൈസ്, ഈ പണി എന്നെ കൊണ്ട് പറ്റില്ല ഗൈസ്. നമ്മൾ വീണ്ടും നമ്മൾ കയറിയ ഗേറ്റ് തന്നെ നമ്മൾ വീണ്ടും തിരിച്ചെത്തി. എന്താ അവസ്ഥയാണ് നോക്കുക ഗൈസ്, ഇതെന്നെ കൊണ്ട് പറ്റില്ല. സോ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇത് ഫസ്റ്റ് പാർട്ടാണ്. ഇതിൻ്റെ ബാക്കി പാർട്ട് വേണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗെയിമിൻ്റെ വീഡിയോസ് വേണോ നിങ്ങൾ ഈ വീഡിയോയുടെ അടിയിലൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതനുസരിച്ചായിരിക്കും നമ്മുടെ അടുത്ത വീഡിയോ വരിക. സോ അതുവരേക്കും എല്ലാ മച്ചന്മാരോടും ഒരു ബൈ ബൈ പറഞ്ഞ് നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ബൈ ഗായ്സ്.